ഹലോ ഗൈസ്, അപ്പം ഇതെൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കസ്റ്റാർഡ് പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. സിമ്പിളായിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇതിനാകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് തന്നെ മതി. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് ഒന്ന് നന്നായിട്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ വെക്കാം. എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് പാലാണ്. പാൽ ഞാൻ എടുത്തത് 1 കപ്പാണ്. 1½ കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഹാഫ് കപ്പ് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെക്കാനാണ്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പാലൊന്ന് കുറുക്കിയെടുക്കാം. ചൂടായി വന്ന പാലിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പം മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് കസ്റ്റാർഡ് നേരത്തെ മാറ്റി വെച്ചത് മിക്സ് ചെയ്ത കസ്റ്റാർഡ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. അടിയിൽ പിടിക്കാണ്ട് നമുക്ക് നന്നായി ഒന്ന് കുറുക്കിയെടുക്കാം. ഒന്ന് ഏകദേശം കുറുകി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമുക്കതൊന്ന് സെറ്റ് ആയതിനു ശേഷം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കൊന്ന് ബ്രെഡ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ടോസ്റ്റ് ചെയ്തത്. നെയ്യിലിട്ടിട്ടാണ് ഞാൻ ടോസ്റ്റ് ചെയ്യുന്നത്. പീസാക്കണ മുന്നേ വേണമെങ്കിലും നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം, അതായിരിക്കും ഒന്നുകൂടി എളുപ്പം. പക്ഷെ ഞാൻ ഇങ്ങനെയായിരുന്നു ചെയ്തത്. അപ്പം നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതൊന്ന് ടോസ്റ്റ് ചെയ്ത് നന്നായി ടോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം ചൂടായി ഒന്ന് ടോസ്റ്റായി വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ മറ്റേ ഭാഗവും അതേമാതിരി തന്നെ ഒന്നൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് ആണ് നെയ്യ് ഒഴിച്ചിട്ട് ഒന്നുകൂടി ചെയ്യുന്നത്. 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ചെയ്തത്. അങ്ങനെ അതും അതുമായി തന്നെ നമുക്ക് ചെറിയ പീസാക്കിയ ബ്രെഡ് ഓരോന്നോരോന്ന് വെച്ച്, ചിലതൊക്കെ എൻ്റെ അത് പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പൊടിയാണ്ട് അതൊക്കെ നമുക്ക് നോക്കണം കേട്ടോ ഗൈസ്. എന്നാലും നമ്മൾ സെറ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് 2 സൈഡും എന്താ കളറായി നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ട്രേയിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് സെറ്റ് ചെയ്തെടുക്കണം. എളുപ്പമാണ് ഗൈസ്, ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ ആ ചൂടായി തണുത്തതിന് ശേഷമുള്ള കസ്റ്റാർഡ് നമുക്ക് എന്താക്കാം, അതൊന്ന് ആദ്യം സെറ്റാക്കി കൊടുക്കാം. അതൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ ഓരോ പീസാക്കി ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോ ഭാഗത്തും ഇങ്ങനെ കവർ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ അതിൻ്റെ മുകളിൽ ഈ കസ്റ്റാർഡാണ് ഒഴിക്കേണ്ടത്. നന്നായിട്ടൊന്ന് കസ്റ്റാർഡ് ഞാൻ ഒറ്റ ലെയറാണ് കേട്ടോ ഗൈസ് ആക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആക്കാം. അപ്പോൾ ഞാൻ ഒറ്റ ലെയറിലാണ് ആക്കിയത്. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഒന്നുകൂടി കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ച് കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ ഡെക്കറേറ്റിന് വേണ്ടി എന്തെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ബദാമാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. സെറ്റായതിന് ശേഷം ഓരോ പീസായിട്ട് ഞാൻ സെർവ് ചെയ്യുകയാണ്. സെർവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഉണ്ട് വരുന്നത്. കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതിന് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കും.